സൈനബ ബിന്ത് ഖുസൈമ എന്ന മഹദി ഉമ്മുൽ മസാക്കീൻ എന്ന് അറിയപ്പെട്ടിരുന്നു. മഹദിയുടെ ഭർത്താവ് അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് എന്നവർ ഉഹദിൽ ഷഹീദായി. അങ്ങനെ മഹദിയായ സൈനബ് ബിന്ത് ഖുസൈമ റളിയല്ലാഹു അൻഹ നിരാലംബയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയെ വിവാഹം കഴിച്ചു. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മറ്റൊരു സൈനബയാണ് സൈനബ ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. ഈ പറഞ്ഞ സൈനബ് ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ മുമ്പ് നബി തങ്ങളുടെ മൗലയായ മോചിതദാസനായ ദത്തുപുത്രനായ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. അവർ തമ്മിലുള്ള വിവാഹം നടത്തിക്കൊടുത്തത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്പവർഷങ്ങൾ അവർ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചു. പിന്നീട് ചില അസ്വാരസ്യങ്ങൾ, സ്വരച്ചേർച്ചകൾ ഇല്ലാതായപ്പോൾ ഇരുവരും വിവാഹമോചിതരായി. അന്ന് അറബ് നാട്ടിൽ ഒരു ആചാരമുണ്ടായിരുന്നു. ദത്തുപുത്രനെ സ്വന്തം പുത്രനെപ്പോലെ കാണുന്ന നടപടി. അപ്പോൾ സ്വന്തം പുത്രന്റെ ഭാര്യയെ പുത്രന്റെ പിതാവിന് വിവാഹം ചെയ്യാൻ പറ്റാത്തതുപോലെ ദത്തുപുത്രന്റെ ഭാര്യയെയും വിവാഹം കഴിക്കാൻ പാടില്ല എന്നായിരുന്നു അറബ് നാട്ടിലെ അക്കാലത്തെ അബദ്ധവിചാരം. അന്നവർ അതിനെ ആക്ഷേപാർഹവും മോശമായ സംഗതിയുമായി കണ്ടിരുന്നു. ആ ഒരു തെറ്റായ സാമൂഹിക നിയമത്തെ തിരുത്തുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബ ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നു. 35 വയസ്സായിരുന്നു മഹദിക്ക് അപ്പോൾ ദത്തുപുത്രൻ എന്ന് പറയുമ്പോൾ സ്വന്തം മകനെപ്പോലെയല്ല. അതിനാൽ ദത്തുപുത്രന്റെ ഭാര്യയെ അവൻ വിവാഹമോചനം നടത്തിയാൽ പിതാവിന് കല്യാണം കഴിക്കാം അഥവാ പോറ്റുപിതാവിന് വിവാഹം ചെയ്യാമെന്ന നിയമത്തെ ആവിഷ്കരിക്കുകയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ ദാസനായിരുന്നു, മൗലയായിരുന്നു സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു.